സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു വ്യാപാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മിനിറ്റിലൊക്കെ തന്നെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ്. ഇപ്പോൾ 25,050 എന്നുള്ള ഒരു നിലയും കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 5 കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് ഇടിവിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇനി നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയായിരിക്കണം? ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നെഗറ്റീവ് ക്ലോസിംഗിലാണ് പോകുന്നതെങ്കിലും അതിന് മുമ്പുള്ള ദിവസം ട്യൂസ്ഡേ ഒരു റിക്കവറി കിട്ടി. ഇന്നലെ നമുക്ക് റിക്കവറി വന്നിട്ടില്ല, പക്ഷെ അവിടെ ഒന്നും സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഒരു റിക്കവറി കിട്ടിയാൽ പോലും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു മൂവ്മെന്റ് വന്നാൽ അതിനുള്ള സസ്റ്റെയിൻ ചെയ്യാനുള്ള സ്ട്രെങ്ത് ആ മൂവ്മെന്റ്സിന് ഇല്ല. അതായത് ഇൻവെസ്റ്റേഴ്സിന് അത്രത്തോളം കോൺഫിഡൻസ് ലൂസ് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 25,000 എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ളതും ഒരു ഇമോഷണൽ ആയിട്ടുള്ളതും ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫർദർ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതേ സമയം നമ്മൾ നോക്കുമ്പോൾ തന്നെ വോളിയത്തിലൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേയിൽ വരുന്ന ഇമ്പ്രൂവ്മെന്റ്സ് നെക്സ്റ്റ് ഡേയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് നമ്മളിപ്പോൾ നിഫ്റ്റിയിൽ നോക്കുന്നത്. അതിന് നല്ലൊരു മണി പമ്പിങ് തന്നെ വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഡൊമസ്റ്റിക് ആയിരുന്നാലും അതേപോലെ ഏതെങ്കിലും FIs ഒക്കെ ആയിരുന്നാലും ഹെവി സെല്ലിംഗ് ഇല്ല എന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് അവറിൽ ഒരു ഹാഫ് ആൻ അവറിൽ അല്ലെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്ലാറ്റിഷ് മൂവ്മെന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചെറിയൊരു റിക്കവറിക്ക് സാധ്യതയുണ്ട് ഇൻട്രാഡേയില്. പക്ഷെ അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റം വരികയാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റം വരികയാണെങ്കിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് അതിലേക്ക് വരും. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബാങ്കിങ് സെക്ടറിൽ PSU ബാങ്കിങ് സെക്ടറിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടിയെങ്കിൽ പോലും അത് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് താഴോട്ട് പോയത്. ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സ്ലോ മൂവ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 25,150 എബോവ് വരികയാണെങ്കിൽ മാത്രമേ നല്ലൊരു കോൺഫിഡൻസ് അതിലേക്ക് വരാനും കൂടുതൽ ഫർദർ ബൈയിങ് വരാനുള്ള സാധ്യത ഉള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷമായിരിക്കും തിരിച്ചു കയറുന്നത്. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് എന്ന് തന്നെ പറയാം. ഇന്നലത്തെ ഒരു സെക്കൻഡ് സെഷൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു 380-ലധികം പോയിന്റുകളുടെ ഇടിവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവിടെയും ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിൽ കാണേണ്ടത് ആ 55,000 കുറച്ച് ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റി അതിന്റെ അടുത്തേക്ക് വരികയും പിന്നീട് അത് കുറച്ച് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യുകയൊക്കെയാണ്. ഇന്നലെ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അടുത്തോട്ട് വരികയാണെങ്കിലും പിന്നീട് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യുകയാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ 55,000 അറൗണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ എന്തെങ്കിലും ബൈ വരികയാണെങ്കിൽ നമുക്കൊരു വലിയ മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വലിയ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അത് നിഫ്റ്റിയിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ലൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ മന്ത് എൻഡ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ സൂചികയാണ് ഇന്നിപ്പോൾ 1% കൂടുതൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. തുടക്കത്തിൽ തന്നെ മെറ്റലിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഒരു 1% എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഇയർ ടു ടിൽ ഡേറ്റിൽ ഏറ്റവും അധികം ഓട്ടോയ്ക്ക് ശേഷം മെറ്റൽ ഇൻഡെക്സിലാണ് നമുക്ക് കൂടുതൽ ഒരു റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തുടരാനുള്ള ഒരു ചാൻസസ് എത്ര മാത്രമാണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം കുറെ ദിവസങ്ങളായി അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു നല്ലൊരു മൂവ്മെന്റ്സ് ആണ്. ആ ഒരു മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. 10,300 കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ടിരിക്കുക. ആ ഒരു ഇൻഡെക്സ് തന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെറ്റൽ ഇൻഡെക്സ് കുറെ കാലമായിട്ട് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അത് കഴിഞ്ഞു, അതൊരു കൺസോൾട്ടേഷനിലേക്ക് കഴിഞ്ഞു. തിരിച്ച് ഒരു പോസിറ്റീവ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് 9,600 8,400 ലെവലിലൊക്കെ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളൊക്കെ അല്ലെ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കൺസോൾട്ടേഷൻ ആണ്.
അതിന് ശേഷമുള്ള ഒരു പോസിറ്റിവിറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലോങ് ട്രെൻഡിൽ നല്ലതുപോലെ ഒരു പെർഫോം ചെയ്യാനുള്ള സാധ്യത ഈ ഒരു ഇൻഡെക്സിനുണ്ട്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ഗെയിനർ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് ബെല്ലിൻ്റെ ഓഹരികളാണ് 1.93% ഒരു മുന്നേറ്റം നമുക്ക് കാഴ്ചവെക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 403 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിനുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ് അത് ഇപ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വലിയ മൂവ്മെന്റ് വന്നു, അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ വന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ഇതിൽ ഇമ്മീഡിയറ്റ് തന്നെ ഒരു 420 ലെവലിൽ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. വളരെ ഷോർട്ട് ടൈമിലൊക്കെ 480 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിയറസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 420 ആണ്. ഈവൻ 400, 380, 84 നല്ല സപ്പോർട്ട് പോയിന്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വോളിയം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വോളിയത്തിലും ഇംപ്രൂവ്മെന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 480 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ തന്നെ അതിന് ഉണ്ട്. സർ, മറ്റൊരു സ്റ്റോക്ക് പോളിക്യാബാണ്. ഇന്ന് പോളിക്യാബിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു. അതിനുശേഷം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1695 കോടി രൂപ മൂല്യമുള്ള ഒരു ബ്ലോക്ക് ഡീലാണ് നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ട് നിലവിലത്തെ ഈ ഒരു ബ്ലോക്ക് ഡീലിൻ്റെ ഒരു ബ്ലോക്ക് ഡീലിന് ശേഷം മാത്രമുള്ള ഒരു പ്രതികരണമായിട്ടാണോ സാർ കാണുന്നത്? ഈ ഒരു സ്റ്റോക്കിനെ ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ഒരു ലോങ് ടൈമിലേക്ക് നോക്കിക്കാണാനായിട്ട് അതിൽ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് അടുത്താണ് അത് നിൽക്കുന്നത്. 7700 ഒക്കെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പോൾ ഇമീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെൻഡ് റിവേഴ്സലൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് 7700 അടുത്ത് വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ അതാണ് നമ്മൾ അത് കാണുന്നത്. 7400 വരികയും അല്ലെങ്കിൽ കുറച്ച് താഴോട്ട് 7200 വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ കറക്റ്റീവ് മൂവ്മെന്റ്സ് അതിന്റെ ആവശ്യമാണ്. കാരണം പുതിയൊരു മൂവ്മെന്റ്സ് പോസിറ്റീവായിട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു എനർജി റീഗെയിൻ ചെയ്യുന്ന എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കണ്ടാൽ മതി. കാരണം ഇൻവെസ്റ്റേഴ്സിന് അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. കാരണം കറക്റ്റീവ് ആക്ഷൻസ് വന്നാൽ മാത്രമേ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുള്ളൂ. അപ്പൊ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് ഒക്കെ കുറയുക എന്ന് തോന്നുന്നതാണെങ്കിൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സിലാണ് ഈ സ്റ്റോക്സ് കടന്നു പോകുന്നത്. ബട്ട് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് അടുത്തതുള്ളത് കൊണ്ട് നമ്മൾ റീറ്റെയിലേഴ്സ് കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ആ ഒരു ലെവല് നമ്മൾ വാച്ച് ചെയ്യുക. 7700 ആൻഡ് 7200 ഈസ് സപ്പോർട്ട് ലെവൽ. സർ, അവസാനമായിട്ട് ഡിക്സൺ ടെക്നോളജീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1.23% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഡിക്സനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ഒരു ബൈ ടാർഗറ്റ് വന്നിരിക്കുകയാണ് UBS ബ്രോക്കറേജിന്റെ ഭാഗത്തു നിന്നും. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വലിയൊരു ടാർഗറ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 23,000 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് ഡിക്സൺ എത്താനുള്ള ഒരു സാധ്യത ബ്രോക്കറേജ് പങ്കുവയ്ക്കുകയാണ്. നിലവിൽ 18,390 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ഡിക്സൺ ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ടെക്നിക്കലി എത്രമാത്രം സപ്പോർട്ടീവ് ആണ് മറ്റ് ഫാക്ടേഴ്സ്? അതൊരു കണ്ടിന്യൂഷൻ പാറ്റേണിലുള്ള ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു ലോങ് ടൈമിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു മൊമെന്റം കണ്ടിന്യൂസ് ഉള്ള ഒരു മൊമെന്റമാണ്. ഈ പറഞ്ഞ ടാർഗറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ലോങ് ടൈം വ്യൂവിൽ അതിൽ പോകാനുള്ള സാധ്യത. ഇത് ഫ്രീക്വന്റ്ലി ഒരു ട്രേഡിംഗ് ഒരു സ്റ്റോക്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോളിയൂംസിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ 18,600, 700 ലെവലിൽ ഇമീഡിയറ്റ് ഒരു ചെറിയ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. ബട്ട് അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലോങ് ടേം വ്യൂ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് അതിൽ കാണുന്നത്. താങ്ക് യു സോ മച്ച് അനീഷ് സർ.